മുഖ്യമന്ത്രി പദം തെറിക്കുമോ? ലോക്സഭയിലെ ദയനീയ പരാജയത്തിന് ഉത്തരവാദി പിണറായി വിജയനോ? തീരുമാനം 2 ദിവസത്തിനുള്ളിൽ. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFിനുണ്ടായ കനത്ത തിരിച്ചടിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത മുഖ്യമന്ത്രി മാറണമെന്ന അഭിപ്രായം CPM പോളിറ്റ് ബ്യൂറോയിലും ഉയർന്നു. ഡൽഹിയിൽ നടക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഇക്കാര്യത്തിലുള്ള തീരുമാനമുണ്ടാകുമെന്നറിയാനാണ് കഴിയുന്നത്. മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് പിണറായി മാറണമെന്ന അഭിപ്രായം പോളിറ്റ് ബ്യൂറോയിലും ഉയർന്നു കഴിഞ്ഞ സാഹചര്യത്തിലാണ് ഡൽഹിയിൽ കേന്ദ്ര കമ്മിറ്റി യോഗം അടിയന്തരമായി ചേർന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പരമദയനീയമായ തോൽവിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ചർച്ച ചെയ്യാൻ കൂടിയാണ് CPM കേന്ദ്ര കമ്മിറ്റി ഡൽഹിയിൽ യോഗം ചേർന്നത്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും അടിത്തറയില്ലാതിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെൻട്രൽ കമ്മിറ്റി അല്ല. പോളിറ്റ് ബ്യൂറോ യോഗം കൂടിയിട്ടും വലിയ കാര്യമൊന്നും ഇല്ല എന്നതാണ് വാസ്തവം. കേരളത്തിലും തമിഴ്നാട്ടിലും രാജസ്ഥാനിലും ഓരോ സീറ്റ് കിട്ടിയതല്ലാതെ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ അപ്രസക്തമായ പ്രസ്ഥാനമായി മാറിയിരിക്കുകയാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കേരളത്തിലും LDF സർക്കാരിനും പിണറായി വിജയൻ ഒരു മഹാഭാരമായിരിക്കുന്നു എന്ന മട്ടിൽ ചർച്ച നടക്കുമോ എന്നതാണ് പ്രസക്തമായ കാര്യം. പിണറായി വിജയനെ മുന്നിൽ നിർത്തി ഇനിയൊരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും LDF കേരളത്തിൽ രക്ഷപ്പെടില്ലെന്ന് സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും വിധി എഴുതിയ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര കമ്മിറ്റി ഈ വിഷയം ഗൗരവമായി ചർച്ച ചെയ്യുന്നത്. കേരളത്തിലെ പാർട്ടിയുടെ ചെലവിൽ ഡൽഹിയിൽ കഴിയുന്ന ദേശീയ നേതാക്കൾക്ക് പിണറായി വിജയനെ തള്ളിപ്പറയാൻ കഴിയുമോ എന്നതാണ് പ്രസക്തമായ ചോദ്യം. പ്രകാശ് കാരാട്ടും സീതാറാം യെച്ചൂരിയും വൃന്ദ കാരാട്ടും ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ പിണറായി വിജയനെ തള്ളിപ്പറയുമോ എന്നതാണ് കണ്ടറിയേണ്ടത്. എന്നാൽ തള്ളിപ്പറയാനുള്ള സാഹചര്യങ്ങൾ ഏറെയുണ്ട് താനും. പാർട്ടിയുടെ കേരള ഘടകവും LDF ഘടക കക്ഷികളും തോൽവിക്ക് കാരണം പിണറായി വിജയന്റെ ധാർഷ്ട്യത്തോടുള്ള സമീപനമാണെന്ന് വിധി എഴുതിയിരിക്കെ കേന്ദ്ര കമ്മിറ്റി അത് ശരിവെക്കുമോ എന്നതാണ് പ്രസക്തമായ വിഷയം. പിണറായിയെ മാറ്റുന്നില്ലെങ്കിൽ കേരളത്തിൽ CPM വട്ടപൂജ്യമാകുമെന്ന പച്ചയായ സത്യം കേന്ദ്ര കമ്മിറ്റി ശരിവെക്കുകയും അത് പോളിറ്റ് ബ്യൂറോ അംഗീകരിക്കുകയും ചെയ്യുമോ എന്നാണ് ഇനി അറിയേണ്ടത്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെ തലമൂത്ത സഖാക്കൾ കേന്ദ്ര കമ്മിറ്റിയിൽ പങ്കെടുക്കാൻ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. പിണറായിയെ കേന്ദ്ര കമ്മിറ്റിയിൽ തുറന്നു വിമർശിക്കാൻ കേരളത്തിൽ നിന്നുള്ള ആര് ധൈര്യപ്പെടുമെന്നതാണ് പാർട്ടി അഭിമുഖീകരിക്കുന്ന പ്രധാന വെല്ലുവിളി. KK ശൈലജ ഉൾപ്പെടെയുള്ള നേതാക്കൾ കേരളത്തിൽ പിണറായി വിജയനെതിരെ പരസ്യ നിലപാടെടുത്തു കഴിഞ്ഞു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ വിശദമായ അവലോകനത്തിനായാണ് CPM കേന്ദ്ര കമ്മിറ്റി ഇന്നു മുതൽ സമ്മേളിക്കുന്നത്. കഴിഞ്ഞ പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ കേരളത്തിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് തോൽവി അടക്കം ചർച്ചയായ സാഹചര്യത്തിലാണ് ഇന്നു മുതൽ കേന്ദ്ര കമ്മിറ്റി വീണ്ടും ഇലക്ഷൻ അവലോകനം നടത്തുന്നത്. KK ശൈലജയുടേതുൾപ്പെടെ തോൽവിയാണ് പാർട്ടി പ്രധാനമായും ചർച്ച ചെയ്യുക. CPMന്റെ 6 മുൻനിര നേതാക്കളാണ് അതിദയനീയമായി പരാജയപ്പെട്ടത്. 3 ദിവസം നടക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ കേരളത്തിൽ BJPയുടെ വളർച്ചയാണ് CPMനെയും പാർട്ടി ദേശീയ നേതൃത്വത്തെയും കൂടുതൽ ആശങ്കയിലാക്കുന്നത്. കേരളം, പശ്ചിമ ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കനത്ത തിരിച്ചടി നേരിട്ടതും യോഗത്തിൽ ചർച്ചയാകും. പോളിറ്റ് ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര കമ്മിറ്റിയിൽ പ്രധാന ചർച്ചകൾ നടക്കുക. കേരളത്തിലെ പാർട്ടിയുടെ പ്രകടനത്തിൽ പോളിറ്റ് ബ്യൂറോ കനത്ത നിരാശയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കേരളത്തിലെ തോൽവിയിൽ ആഴത്തിലുള്ള അവലോകനം ആവശ്യമാണെന്നാണ് PB നിർദ്ദേശിച്ചിരിക്കുന്നത്. പിണറായി സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരവും തിരിച്ചടിക്ക് കാരണമായോ എന്നതാണ് പാർട്ടി പരിശോധിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറുമോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യം സീതാറാം യെച്ചൂരി തള്ളാതിരുന്നത് പല വിധത്തിലുള്ള ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. വിവിധ സംസ്ഥാനങ്ങളിലെ റിപ്പോർട്ടും കേന്ദ്ര കമ്മിറ്റിയിൽ വിശദമായ ചർച്ചയാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി CPM തിരുവനന്തപുരം ജില്ലാ നേതൃയോഗങ്ങൾ ഇന്ന് ആരംഭിക്കുകയാണ്. ഈ യോഗങ്ങളിലും പിണറായി വിജയനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയരാനുള്ള സാധ്യതകളേറെയാണ്. ഇന്ന് ജില്ലാ സെക്രട്ടേറിയറ്റും നാളെയും മറ്റന്നാളും ജില്ലാ കമ്മിറ്റിയുമാണ് ചേരുക. തെരഞ്ഞെടുപ്പ് അവലോകനം ചെയ്ത സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ തെറ്റുതിരുത്തൽ നടപടികളുമായി മുന്നോട്ടു പോകാൻ CPM തീരുമാനിച്ചിരുന്നു. ജില്ലാ തലങ്ങളിൽ കൂടി ചർച്ച ചെയ്ത ശേഷമാണ് അത് ഏത് രീതിയിൽ വേണമെന്ന് CPM അന്തിമമായി തീരുമാനിക്കുക. എന്തായാലും 2 ദിവസത്തിനകം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും. പക്ഷേ പൂച്ചയ്ക്കാര് മണികെട്ടുമെന്ന ചോദ്യമാണ് പാർട്ടിക്കുള്ളിൽ നിന്നും ഉയർന്നു കേൾക്കുന്നത്.